നമസ്കാരം. എൻ്റെ പേര് ജോസി വർക്കി. ഞാനൊരു കരിയർ കൗൺസിലറാണ്. സാധാരണയായിട്ട് മാതാപിതാക്കളും വിദ്യാർത്ഥികളും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് കരിയർ കൗൺസിലിംഗ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഈ 2024 നമ്മളുടെ സമൂഹത്തിൽ അധികം ധാരണയില്ലാത്ത ഒരു മേഖലയാണ് കരിയർ കൗൺസിലിംഗ്. കൗൺസിലിങ്ങിൻ്റെ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മനഃശാസ്ത്ര ശാഖ തന്നെയാണ് കരിയർ കൗൺസിലിംഗ്. കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് വിദ്യാർത്ഥികൾക്ക് 100, 200, 300, 500 കുട്ടികൾക്ക് പൊതുവായിട്ട് കൊടുക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങളെയാണ് കരിയർ ഗൈഡൻസ് എന്ന് പറയുക. എന്നാൽ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ ചില സവിശേഷതകളെ ആധികാരികപ്പെടുത്തി നമ്മൾ കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അവരെ തീരുമാനമെടുക്കുവാൻ സഹായിക്കുന്ന ചില ഘടകങ്ങളെയാണ് കരിയർ കൗൺസിലിംഗ് എന്ന് നമുക്ക് വിളിക്കാവുന്നത്. നമുക്കറിയാം, നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്തു തന്നെ വാങ്ങുകയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറയെക്കുറിച്ച് നമ്മൾ പറയുന്നത്, അവർ വളരെയധികം അറിവുള്ള ആളുകളാണ്. ഒരു മൊബൈൽ ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ വിവിധ സൈറ്റുകളിൽ പോയി അതിനെക്കുറിച്ച് കൂലങ്കഷമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയുള്ളൂ. അതിൻ്റെ കമ്പനി, അതിൻ്റെ ബ്രാൻഡ് നെയിം, സ്പെസിഫിക്കേഷൻസ്, വില, പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുവാൻ വളരെയധികം സമയവും വളരെയധികം എഫേർട്ടും അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായകമായ കരിയർ ചൂസ് ചെയ്യുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ സ്വയം ചോദിക്കേണ്ട ചോദ്യം. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അയാളുടെ 20, 22 അല്ലെങ്കിൽ 25 വയസ്സ് വരെയുള്ള പഠന കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം 25-ാം വയസ്സിൽ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 35-40 വർഷമെങ്കിലും ഒരു ജോലിയിൽ വ്യാപൃതനാകേണ്ടതുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും കുടുംബം പുലർത്തുവാനും എല്ലാത്തിനുമായിട്ട്. അപ്പോൾ ജോലി നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് 8 മണിക്കൂറാണ് ഒരു ദിവസം ജോലി ചെയ്യാൻ മിനിമം ആയിട്ട് ജോലി ചെയ്യേണ്ടത്. 9 മണിക്കൂർ, 10 മണിക്കൂർ മുതൽ 12 മണിക്കൂറും അതിലധികവും ജോലി ചെയ്യുന്ന ടെക്നോ അല്ലെങ്കിൽ IT മേഖലയിലെ ആളുകൾ ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ജീവിതത്തിലെ നിർണായകമായ ഒരു കാലഘട്ടം, ഏറ്റവും വലിയ ഒരു മണിക്കൂറുകൾ നമ്മൾ തൊഴിൽ രംഗത്താണ് ചെലവഴിക്കുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ 30,000-ഓ 40,000-ഓ മണിക്കൂറുകൾ നമ്മൾ തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരോടാണ് ചെലവഴിക്കുവാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് നമ്മുടെ തൊഴിലിടങ്ങളിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അടുത്ത 30 വർഷം, 40 വർഷം നമ്മൾ വലിയ ഒരു ഭാരവുമായി മുമ്പോട്ട് പോകേണ്ടിയിരിക്കും. നമ്മൾ 10ാം ക്ലാസ് കഴിയുന്നു, 12ാം ക്ലാസ് കഴിയുന്നു, ഡിഗ്രി കഴിയുന്നു, അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നു. ഏത് സമയത്തും ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം കരിയർ കൗൺസിലിംഗ് പ്രാധാന്യമുള്ളതാണ്. കോഴ്സ് പഠിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ 3 വർഷമോ 5 വർഷമോ വർക്ക് ചെയ്ത് ജോലിയിലായിരിക്കുമ്പോഴും കരിയർ കൗൺസിലിംഗ് ചെയ്യാവുന്നതാണ്, ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല എങ്കിൽ. കാരണം ചില ജോലിയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ജോലി നമുക്ക് ചേരുന്നില്ല, ബോറടിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് അനുഭവപ്പെടുന്നു, സമ്മർദ്ദത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് ക്ലേശകരമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര അധികം സാലറി ഉണ്ടെങ്കിലും, എത്ര ഹൈ പൊസിഷൻ ആണെങ്കിലും, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ശരിയായ ഒരു അഭിരുചി നിർണയ പരീക്ഷ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമെട്രിക് അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കോർ കോമ്പീറ്റൻസി എന്താണെന്ന് മനസ്സിലാക്കി ആ മേഖലയിൽ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ദിശ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഒരു കരിയർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് മീനിങ് ഫുള്ളാക്കി മാറ്റുവാൻ സാധിക്കും, എൻജോയ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതിൽ 3 ഘടകങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം: അവരുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ താല്പര്യങ്ങൾ. ഓരോ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും മുതിർന്ന പൗരനായിരിക്കുമ്പോഴും നമുക്ക് വിവിധതരം താല്പര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഉദാഹരണമായിട്ട് എനിക്ക് പാട്ടുകൾ, സംഗീതം വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. സംഗീതം ധാരാളമായി കേൾക്കും, വിവിധ തരത്തിലുള്ള സംഗീതം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും, ഇൻസ്ട്രുമെൻ്റലും, വോക്കലും, അതുപോലെ വിവിധ സംഗീത ധാരകളെ എനിക്കിഷ്ടമുണ്ട്. പക്ഷേ എൻ്റെ താല്പര്യം അഥവാ ഇൻട്രസ്റ്റ് ഇതാണെങ്കിലും എനിക്ക് യാതൊരു കഴിവും പാട്ട് പാടുവാനോ
അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഉപകരണങ്ങൾ വായിക്കുവാനോ ഇല്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വളരെയധികം താല്പര്യമുണ്ടെങ്കിലും അതിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഘടകമായ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്താണ് നമുക്ക് ചെയ്യുവാൻ താല്പര്യമുള്ളത്, ചെയ്യുവാൻ കഴിവുള്ളത്, ഇതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. നൈപുണ്യം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് തൊഴിൽ തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ ഘടകമായിട്ട് പറയുന്നത് പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ടൈപ്പ് ഡിഫറൻ്റ് ആണ്. വ്യക്തിത്വത്തിൽ വളരെയധികം വ്യത്യാസങ്ങളുള്ള മനുഷ്യരാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എല്ലാവരും. ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്നീ രണ്ട് പേഴ്സണാലിറ്റി ടൈപ്പുകളാണ്. അതിന് ചിലർ ലെഫ്റ്റ് ഹാൻഡർ ആയിരിക്കും, ചിലർ റൈറ്റ് ഹാൻഡർ ആയിരിക്കും. പണ്ട് കാലങ്ങളിൽ ലെഫ്റ്റ് ഹാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടത് കൈയ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അപരാധമായിട്ട് കരുതുകയും ടീച്ചേഴ്സ് അവരെ കൊണ്ട് നിർബന്ധമായിട്ട് വലത് കൈ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ നമുക്കറിയാം, ഇടത് കൈയും വലത് കൈയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഏതാണ് നല്ല കൈ, ഏതാണ് ചീത്ത കൈ എന്നൊന്നും പറയാനുള്ള യാതൊരു ശാസ്ത്രീയമായ തെളിവുകളുമില്ല. എല്ലാം ഒരു മിഥ്യാധാരണയുടെ പുറത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ തന്നെ ചിലർ കരുതുന്നുണ്ട് ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുറഞ്ഞ കഴിവുള്ള ആൾക്കാരാണ്, എക്സ്ട്രോവേർട്സ് ആണ് നന്നായിട്ട് ശോഭിക്കാൻ കഴിയുക. ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. ചില ഇടങ്ങളിൽ ഇൻട്രോവേർട്സിനാണ് വളരെ നന്നായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുക. ഉദാഹരണമായിട്ട് IT, സോഫ്റ്റ്വെയർ, പ്രോഗ്രാമിംഗ് പോലെയുള്ള മേഖലകളിൽ ഇൻട്രോവേർട്സിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മേജർ സർജറി ചെയ്യേണ്ട സർജൻസ്, മെഡിക്കൽ രംഗത്ത് ഇൻട്രോവേർട്സിന് നന്നായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അക്കൗണ്ടിങ് മേഖലയിൽ CA, ICW, CS പോലെയുള്ള രംഗത്ത് വളരെ കൂലങ്കഷമായ കണക്കുകൾ ടാലിയാക്കുന്നതിൽ വളരെ ക്ഷമയോടുകൂടിയിരുന്ന് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ജോലികൾ ചെയ്യുവാൻ ഇൻട്രോവേർട്സിന് കഴിയും. അപ്പോൾ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. എക്സ്ട്രോവേർട്സ് ചെയ്യാൻ പറ്റുന്ന വളരെ മികവുറ്റ മേഖലകളുണ്ട്. പ്രസൻറ്ററായിട്ടും വീഡിയോ ജോക്കിയായിട്ടും ബ്ലോഗറായിട്ടും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ് രംഗത്തൊക്കെ എക്സ്ട്രോവേർട്സിന് നന്നായിട്ട് ശോഭിക്കുവാൻ കഴിയും. നന്നായിട്ട് സംസാരപ്രിയരായിരിക്കും. വ്യക്തിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുവാൻ സാധിക്കും. രണ്ടിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇതുപോലെ നിരവധി ആയ വ്യക്തിത്വ സവിശേഷതകളുണ്ട്, പേഴ്സണാലിറ്റി ടൈപ്പുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എന്താണെന്ന് തിരിച്ചറിയുക, താല്പര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക, ആപ്റ്റിറ്റ്യൂഡുകൾ എന്താണെന്ന് തിരിച്ചറിയുക, സ്കിൽസ് എന്താണെന്ന് തിരിച്ചറിയുക, ഇതാണ് പ്രധാനമായിട്ടുള്ളത്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും. കോഴ്സ് പഠിക്കാൻ പോകുന്നതിന് മുമ്പാണെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും. അതല്ല, ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണെങ്കിൽ അതിനനുസൃതമായ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ആകെ തുകയായി കാണേണ്ട കരിയർ കൗൺസിലിൻ്റെ പ്രാധാന്യം. ചുരുങ്ങിയ സമയം മതി. 1 മണിക്കൂർ ഉള്ള ഓൺലൈൻ ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. 40 മിനിറ്റ്, 50 മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റ്, 1 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ശാസ്ത്രീയമായ സൈക്കോമെട്രിക് അസസ്മെൻറ്റുകൾ. സൈക്കോമെട്രിക് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വളരെ നിസ്സാരമായ ഒരു ശാസ്ത്രീയ നിർണയ പരീക്ഷയാണത്. സൈക്കോമെട്രിക് എന്ന് പറഞ്ഞാൽ, സൈക്കോ എന്ന് പറഞ്ഞാൽ മൈൻഡിനെ കുറിച്ചാണ്, മനസ്സിൻ്റെ. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അളവുകോലുകൾ. മനസ്സിൻ്റെ കഴിവുകൾ അളന്നെടുക്കുന്നതിനെയാണ് സൈക്കോമെട്രിക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഫിസിക്കലി ശാരീരികമായിട്ട് ഒരാളെ എങ്ങനെയൊക്കെ വിലയിരുത്തുവാൻ സാധിക്കുമോ, അയാളുടെ ഹൈറ്റ്, വെയിറ്റ്, വണ്ണം, നിറം, ഇങ്ങനെ പല രീതിയിൽ ഒരാളെ വിവരിക്കുവാൻ സാധിക്കുന്ന പോലെ അയാളുടെ മനസ്സിൻ്റെ കഴിവുകളെ നമുക്ക് വിവരിക്കുവാൻ സാധിക്കും. അത് വിശകലനം ചെയ്ത് അയാൾക്ക് ഇണങ്ങുന്ന തൊഴിൽ മേഖല നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെയാണ് സൈക്കോമെട്രിക് അസസ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കരിയർ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം നമ്മൾ കാണേണ്ടത്. നമ്മൾ എത്രയോ തുക എവിടെയൊക്കെയോ സ്പെൻഡ് ചെയ്യുന്നു. വലിയ ഷോപ്പിംഗ് മാളുകളിലും അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും നമ്മൾ സ്ഥിരമായിട്ട് പോകാറുണ്ട്. കുട്ടികൾക്ക് വിലയേറിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. ടൂറുകൾ പോകാറുണ്ട്. ഒരു ചെറിയ തുക ലൈഫിലെ ഒരു പ്രധാന ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുകയും നല്ലൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കുകയും നല്ല വിദഗ്ധനായ ഒരു കരിയർ കൗൺസിലറെ കണ്ട് അദ്ദേഹത്തിൽ നിന്ന് വേണ്ട ഇൻസൈറ്റ്സ്, ഉൾക്കാഴ്ചകൾ ലഭിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും തന്നെ സ്വയം ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരിക്കലും കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഈ കോഴ്സ് നല്ലതാണ്, ഈ മേഖല തിരഞ്ഞെടുത്തോളൂ എന്നുള്ള അഡ്വൈസ് കൊടുക്കലല്ല. അത്
തിരഞ്ഞെടുക്കുവാനുള്ള പ്രാപ്തി വിദ്യാർത്ഥിയിലും മാതാപിതാക്കളിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥ കരിയർ കൗൺസിലറുടെ ജോലി. ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ മാർക്ക് മാത്രം വിലയിരുത്തിക്കൊണ്ട് അവരെ എഞ്ചിനീയറിങ്ങിനോ മെഡിക്കലിനോ ആസ്ട്രോഫിസിക്സിനോ അങ്ങനെയൊന്നുള്ള കോഴ്സുകൾക്കൊന്നും വിടരുത് എന്നാണ് എൻ്റെ ദയവായിട്ടുള്ള അഭ്യർത്ഥന. ഇത് മാത്രമല്ല, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ എന്നുള്ളത് വലിയ ബിസിനസ്സാണ്. കേരളത്തിലെ മലയാള ദിനപത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരസ്യം കാണുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയാണ്. ഫ്രണ്ട് പേജിൽ ഫുൾ പേജ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പരസ്യങ്ങൾ നൽകുന്നത്. മുൻകാലങ്ങളിൽ സിനിമാ പരസ്യങ്ങളിലായിരുന്നു, പിന്നീട് തുണിക്കടകളുടെ പരസ്യങ്ങളായി, പിന്നീട് സൂപ്പർ മാർക്കറ്റുകളുടെ പരസ്യങ്ങളാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വ്യവസായമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വിവിധ കോഴ്സുകളുടെ പരസ്യങ്ങൾ നൽകി വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആകർഷിക്കുക എന്നുള്ളത് ഈ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഈ ബിസിനസ് പ്രവർത്തകരുടെ ആവശ്യമായി വന്നു, തന്ത്രമായി വന്നു. അപ്പോൾ അതിൻ്റെ വലയിൽ വീഴാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉയർന്ന ജോലി, ഉയർന്ന സ്റ്റാറ്റസ് കോ ഇതൊക്കെ ലഭിക്കും എന്നുള്ള പരസ്യ വാഗ്ദാനങ്ങളിൽ കണ്ട് പലരും പല കോഴ്സുകൾക്ക് പുറകെ പോകാറുണ്ട്. പെട്ടെന്ന് സർക്കാർ ജോലികൾ ലഭിക്കുക, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഗൾഫിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിദേശത്ത് ജോലി ലഭിക്കും, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളിലാണ് വലയിൽ വീഴുന്നത്. ദയവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോഴ്സുകൾക്കോ ഈ തൊഴിൽ മേഖലകൾക്കോ അല്ല സ്കോപ്പുള്ളത്. ഈ ഒരു വ്യക്തിയുടെ വ്യത്യസ്തതകൾ, ഈ വ്യക്തിയുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, അതുതന്നെയാണ് നമ്മൾ പ്രധാന ഘടകങ്ങളായിട്ട് ഒരു കരിയർ തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഭൂരിഭാഗം ജനങ്ങളും സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ട്, കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, വ്യക്തികളിൽ പ്രശ്നങ്ങളുണ്ട്. പല വിവാഹ ബന്ധങ്ങളുടെയും ദാമ്പത്യത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു മൂലകാരണം കരിയറിലെ സമ്മർദ്ദങ്ങളാണ്. ഇത് യഥാർത്ഥമായിട്ട് നമ്മൾക്കിണങ്ങുന്ന, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ പാഷനായിട്ടുള്ള ഒരു മേഖല വിട്ട് നമ്മൾ ഉയർന്ന സ്റ്റാറ്റസ് സിമ്പലും ഉയർന്ന ശമ്പളവും നോക്കി പോകുമ്പോൾ നമ്മളെ തന്നെ ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്നു, ഒരു ശരിയായ കരിയർ കൗൺസിലിംഗ് ഇനിയും നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും ഏത് തലത്തിലുള്ളവർക്കും പരിശോധിക്കാവുന്നൊരു മേഖലയാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ധാരാളം ഉൾക്കാഴ്ചകൾ ലഭിക്കുന്ന ഒരു പ്രോസസ്സാണ് കരിയർ കൗൺസിലിംഗ്. നമ്മുടെ വ്യക്തിത്വത്തിലെ സവിശേഷതകൾ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിലെ സവിശേഷതകൾ, നമ്മുടെ വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ കോർ കോമ്പിറ്റൻസീസ്, സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് മേഖലയിലാണ് വീക്കായിട്ടുള്ളത്, ഏത് മേഖലകളാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ചിലപ്പോൾ ഡിസിപ്ലിൻ, ടൈം മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ടിങ്, സ്വയമായിട്ടൊരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങാനുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കോറായിട്ടുള്ള കോമ്പീറ്റൻസി എന്താണ്, അതിനെ പിടിച്ച് നമ്മുടെ കരിയർ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇത് ഇന്ന് വളരെ ധാരാളമായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സൈക്കോമെട്രിക് അസസ്മെൻറ്റുകളുടെ മറ്റൊരു ഉപയോഗം, അന്താരാഷ്ട്ര തലത്തിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ അവരുടെ തൊഴിലാളികളെ, അവരുടെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിന് സൈക്കോമെട്രിക് അസസ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ശരിയായ അഭിരുചിയുള്ള ആളുകളെ ഒരു പൊസിഷനിലേക്ക്, ഉദാഹരണമായി ബാങ്കിങ് മേഖലയിലുള്ളവരാണെങ്കിൽ ഫിനാൻസ്, ബാങ്കിങ് അതുപോലെയുള്ള അഭിരുചിയുള്ള ആളുകളെ ആ പൊസിഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് സൈക്കോമെട്രിക് അസസ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അതിനോടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് പല കമ്പനികളും അവരെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. വിവിധ സോഫ്റ്റ്വെയർ കമ്പനികളിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അവരൊരു സൈക്കോമെട്രിക് ലിങ്ക് അയച്ചു തരികയും ആ ഒരു അസസ്മെൻറ്റ്, ഒരു ഓൺലൈൻ ടെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം, സ്ക്രീനിങ് ഫിൽറ്ററിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത പ്രോസസ്സിലേക്ക് വിളിക്കുന്ന രീതിയുമുണ്ട്. കാരണം കമ്പനികളെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ അഭിരുചിക്ക് ഇണങ്ങുന്ന വലിയ വലിയ കമ്പനികളെ സംബന്ധിച്ചോളം, മൾട്ടിനാഷണൽ കമ്പനികളെ സംബന്ധിച്ചോളം യഥാർത്ഥ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് അവർക്ക് ഒരു തലവേദനയാണ്. ഇത് മനസ്സിലാക്കി നമ്മളുടെ മുമ്പോട്ടുള്ള ദിശ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു കരിയർ കൗൺസിലറുടെ സഹായം എടുക്കുക, ഒരു സൈക്കോമെട്രിക് അസസ്മെൻ്റ് എടുക്കുക, അതിനെ മുൻനിർത്തി മുമ്പോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.